ഫോവാവുക്കരി എന്നാണ് നമ്മൾ കൊങ്ങണിയിൽ പറയണത്. മൂന്നാമത്തെ ലെയർ പപ്പടം ലെയർ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. നമ്മൾ ആദ്യത്തെ ലെയറിൽ നമ്മൾ അവല് സെറ്റാക്കി, അതിനുശേഷം കപ്പലണ്ടി ഇട്ടു, അതിനുശേഷം കടല ഇട്ടു, പൊട്ടതിന് ശേഷം നമ്മൾ അതിന്റെ പൊക്കത്ത് നമ്മുടെ പപ്പടം വറുത്തിട്ടു. നമ്മുടെ ഇതിനകത്ത് ദോശ, സാമ്പാർ, അതേപോലെ അതിൻ്റെ കൂടെ ഇത് കുഴച്ച് തിന്നാൻ, അതായത് മിക്സ് ചെയ്ത് തിന്നാൻ പൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ത്യൻ ഫെലോ ട്രാവലറിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ടെറസിൻ്റെ ഭാഗത്ത് മഴയത്ത് വന്നത് എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില വേണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കൊങ്ങണീസിൻ്റെ ഇടയിൽ തന്നെ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു ഡിഷാണ്. കറിവേപ്പില നമ്മുടെ പൊക്കത്ത് ടെറസിലുണ്ട്. ഒരു വർഷം മുമ്പൊക്കെ നട്ടതാണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയാണ് വന്നത്. അത് നമ്മൾ വീടിൻ്റെ പൊക്കത്ത് ഇങ്ങനെയൊക്കെ നടുമ്പോൾ നമുക്കൊരു ഗുണം ഇതാണ്, മഴയത്ത് കടയിൽ പോകേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ആവശ്യത്തിന്. അപ്പോൾ ഇവിടെ അടുത്തുള്ള കടയെല്ലാം പൂട്ടിയിട്ടേക്കണേണ്. അപ്പോൾ നമുക്ക് ഇവിടെ അത്യാവശ്യം കറിവേപ്പില ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ കറിവേപ്പില നമ്മളെടുത്തു. ഇനി നമ്മൾ നേരെ അടുക്കളയിലോട്ട് പോകണം. അതിന് മുമ്പ് നമ്മുടെ ചെടികളെല്ലാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് താഴെ മറിഞ്ഞ് വീണിട്ടുണ്ടോ എന്ന് നോക്കണം. പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമില്ല. ഇപ്പോൾ മഴ പെയ്യണതുകൊണ്ട് ചെടികൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ജമ്മ് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നേരെ അടുക്കളയിട്ട് പോകാം. നമസ്കാരം ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്താണ്? അവലിൻ്റെ കിടിലൻ ഉപ്പേരി. അമ്മ കിടിലൻ ഉപ്പേരി എന്നൊക്കെ പറയണ്ട കേട്ടോ, അപ്പോൾ ഈ ഒരു രക്ഷയില്ല. എന്താണ് ഒന്നുകൂടി പറഞ്ഞത്? അവൽ കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ്. അല്ല, കിടിലൻ ഉപ്പേരി. അത് കൊങ്ങിണികളുടെ ഒരു ഫേവറേറ്റ് ഡിഷാണ്. അപ്പോൾ നമ്മുടെ കൊങ്ങണീസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അതിൻ്റെ പേര്, കൊങ്ങണിയിലെ പേരെന്താണ്? ഫോവാവുക്കരി എന്നാണ് നമ്മൾ കൊങ്ങണിയിൽ പറയണത്. അവൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കിടിലൻ ഉപ്പേരിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് 9 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ അവൽ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടത്. ഇത്രയും ദിവസം നമ്മൾ യൂസ് ചെയ്തത് 2-3 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇന്ന് ആഡ് ചെയ്യാൻ വേണ്ടി പോണേണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ ഈ ഉപ്പേരി, അതായത് അവൽ കൊണ്ടുള്ള ഉപ്പേരി, നമ്മൾ കൊങ്ങണിയിൽ പറയണത് എന്താണ്? പോവാവുക്കരി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഇൻഗ്രീഡിയൻസ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഉപ്പേരി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ആദ്യമേ അവലാണ്, വെളുത്ത അവല്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾ, പിന്നെ കറിവേപ്പില, പിന്നെ അതേപോലെ മുളക് നമ്മൾ കട്ട് ചെയ്ത് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പുട്ടുകടല, പിന്നെ നമ്മുടെ ജീരകം, പിന്നെ വേണ്ടത് നമ്മുടെ കടുക്, പിന്നെ ഉപ്പ്, പിന്നെ പപ്പടം. അപ്പോൾ പപ്പടം നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസാക്കിയിട്ട് ഇടുന്നുണ്ട്. ചെറിയ പീസായിട്ട് ഇങ്ങനെയാണ് നമ്മൾ അരിയേണ്ടത് ഇങ്ങനെയാണ്, ചെറിയ പീസായിട്ട്. പിന്നെ കപ്പലണ്ടിയാണ് ഇതിനകത്ത് മെയിൻ സംഭവം കേട്ടോ. അപ്പോൾ പപ്പടം നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ തന്നെ കട്ട് ചെയ്ത് ഒരു വീഡിയോ ലാഗ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കപ്പലണ്ടി, നിലക്കടല എന്ന് പറയും. അപ്പോൾ ഈ ഉപ്പേരിയിലെ ഏറ്റവും കിടിലൻ ടേസ്റ്റുള്ള സാധനമാണ്. അതില്ലാണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റില്ല. അതുണ്ടെങ്കിലാണ് ഒരു ടേസ്റ്റ്, കിടിലൻ ടേസ്റ്റ് അല്ലേ? അതെ. അപ്പോൾ അതേപോലെ നമുക്കിതെല്ലാം വറുക്കാനുണ്ട്. കുറച്ച് കടല വറുക്കാനുണ്ട് അല്ലേ? കടല വറക്കും, എല്ലാ സാധനം പപ്പടം വറക്കും. അപ്പോൾ ഓക്കെ, കടല, പപ്പടം എല്ലാം വറക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ് എത്തിക്കണം. അത് കഴിഞ്ഞിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം നമ്മളിതെല്ലാം വറക്കാനുണ്ട്. അപ്പോൾ നേരെ നമുക്കിനി ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് നമുക്ക് വറക്കാം. പ്രത്യേകിച്ച് ചീനച്ചട്ടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കുറച്ചധികം, ഇത് കടല നമുക്ക് വറക്കാനുണ്ട്, പപ്പടം വറക്കണം. അപ്പോൾ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇനി നേരെ നമുക്ക് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിക്കണം. ചീനച്ചട്ടി ചൂടായോ? അപ്പോൾ നമ്മൾ ആദ്യം ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിക്കുന്നു. ആദ്യം എന്താ ചെയ്യാൻ വേണ്ടി പോണത്? ആദ്യം വെളിച്ചെണ്ണ ഇട്ടു. അതെ. ഇനി കടുകിട്ടിട്ട് കടുക്, മുളക് ഒക്കെ ഇട്ട് താളിച്ചിട്ട് ഈ അവല് വറുത്തെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ കടുക് ഇട്ടു, അതിനുശേഷം ജീരകം അത്യാവശ്യത്തിന് ഇടണം. അതേപോലെ പിന്നെ മുളക്, പച്ചമുളക് ഇടണം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കണതാണ് കേട്ടോ. ടപ്പ് 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 നല്ല സൗണ്ട്.
ചെറിയ കടുകാണ്, അതങ്ങനെ ആണോ? ഇഷ്ടംപോലെ വീണിട്ടുണ്ട്. ഇഷ്ടംമാതിരി കടുക് വീണിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടി തീരുന്നതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇടാൻ പറ്റുള്ളൂ അതിനകത്ത്. അപ്പോൾ ഇനി പച്ചമുളക് ഇടണം. യെസ്, പച്ചമുളക് ഇട്ടു. അതേപോലെ അപ്പോൾ പച്ചമുളക് ഇട്ട് മുളകിട്ടതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിച്ചും മറിച്ച് വിടണം. കാരണം അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ എണ്ണക്ക് നല്ല ചൂടുണ്ട്. അതേപോലെ ചീനച്ചട്ടി ആണെങ്കിൽ നല്ല ചൂടാണ്. അപ്പോൾ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉപ്പിട്ടോ. ഉപ്പ് ഇട്ടതിന് ശേഷം ശരിക്കും അത് ഇളക്കണം അല്ലേ? അപ്പോൾ ആ മുളകിലൊക്കെ ഇത് ഉപ്പ് കൊള്ളും. മുളകിട്ടതിന് ശേഷം ഉപ്പിട്ട് നന്നായിട്ട് വറക്കണത്. അത് മുളകിന് ഉപ്പ് പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എരിവ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മുളകിട്ടതിന് ശേഷം അപ്പം തന്നെ ഉപ്പിട്ടിട്ട് ശരിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കണം. അപ്പോൾ ഉപ്പ് നമ്മുടെ മുളകിൽ കൊള്ളാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ മുളകിൻ്റെ ആ എരിവ് കുറച്ച് കുറയും അല്ലേ? അപ്പോൾ ശരിക്കും നമ്മളിട്ട് ഇളക്കണം. പിന്നെ അടിയിലിട്ട് പിടിക്കാൻ പാടില്ലെന്ന് വെച്ചാൽ ചൂടായിട്ടുള്ള എണ്ണയാണ് ഇട്ടേക്കണത്. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് ചെറിയ സ്പൂണിലായിട്ട് രണ്ടെണ്ണം. ഇനി അവലിടാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ അവല് അതിനകത്തോട്ട് ഇടണം. അപ്പോൾ നമ്മളെടുത്തേക്കണത് അത്യാവശ്യം എത്ര എടുത്തണം? നമ്മൾ 1/2 കിലോ. അപ്പോൾ താളിച്ച എണ്ണയിൽ അവല് ഒരു അര കിലോ കൂടുതലുണ്ട്. 3/4 കിലോയുടെ അടുത്ത് നമ്മൾ അവലിട്ടിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നാലേ എല്ലാ അവലിലും ഈ ഉപ്പും മുളകും എല്ലാ അവലിലും കൊള്ളണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. 5 മിനിറ്റ് കൂടുതലായി. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അടി പിടിക്കാൻ പാടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇട്ട ഉപ്പും മുളകും ആ എല്ലാ അവലിലും നമുക്ക് പറ്റണം അല്ലേ? അത് മാത്രമല്ല, ഈ ഇതുണ്ടല്ലോ അവലുണ്ടല്ലോ, അത് ശരിക്കും വറുത്തെടുക്കണം. ഓക്കെ, അതിങ്ങനെ പൊടിയണ വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൽ വെളിച്ചെണ്ണയിലൊന്നും ഇട്ടല്ല വറക്കണത്, ഇതിങ്ങനെ തന്നെ ചൂടിലിട്ട് വറുത്തെടുക്കണേന്ന്. അപ്പൊ നമ്മുടെ ചീനച്ചട്ടിയുടെ അല്ലേ, ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ടാണ് ഈ അവല് ചൂടായി നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഏകദേശം ഇതെല്ലാം ഒരു 10 മിനിറ്റോളം നമ്മൾ ഇളക്കണം അല്ലേ? 10-15 മിനിറ്റ് അടുത്ത് നമ്മൾ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയതിന് ശേഷം നമുക്ക് എല്ലാ അവലും ഈ കളറ് മാറി കിട്ടും കേട്ടോ. ഏകദേശം ഒരു യെല്ലോ മയമായി മാറിയിട്ടുണ്ട് എല്ലാ അവലും. അപ്പോൾ അത് ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് വരുമ്പോൾ നമുക്ക് എല്ലാ അവലും ഒരു മഞ്ഞ നിറമായി മാറും കേട്ടോ. ഒരു 5 മിനിറ്റിൻ്റെ അടുത്തായി അവല് അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നല്ലോണം ക്രിസ്പി ആവണം നമ്മുടെ അവല്. അപ്പോൾ നമ്മൾ വേവിക്കാറില്ല, വെള്ളം ഇട്ടത് കുതിർക്കാറില്ല. അപ്പോൾ നേരെ നമ്മുടെ ചീനച്ചട്ടിയിൽ ഇട്ട ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ടാണ് അവല് വറക്കുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് സമയം എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പപ്പടം വറക്കും. അതിനുശേഷം നമ്മൾ കടല വറക്കും. കടല വറക്കാണോ? കടലയും വറക്കാല്ലേ ചെയ്യുന്നത്? അതായത് നീലക്കടല, നമ്മുടെ ആ കപ്പലണ്ടി. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് അടുത്തായി നമ്മൾ വറുത്തോണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? നീ നോക്കുന്നു ചോദിക്കും. അപ്പോൾ വറുത്താന്നറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പൊടിച്ച് നോക്കിയാൽ മതി അല്ലേ? കയ്യിലിട്ട്. വറുത്താന്നറിയാൻ വേണ്ടി നമ്മൾ ചീനക്ക് 2 അവലെടുത്തിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നമ്മൾ അവലെടുത്തിട്ട് ഇങ്ങനെ പൊടിച്ച് നോക്കിയാൽ മതി. ഏകദേശം നമുക്ക് മനസ്സിലാവും വറുത്തിട്ടുണ്ടാവും അല്ലേ? പൊടിയണ കണക്കാണ് അതിന്. നല്ലോണം പൊടിഞ്ഞു കഴിഞ്ഞാൽ വറുത്തുന്നതാണല്ലേ? നീ പൊടിച്ചപ്പോ പൊടിഞ്ഞില്ലേ? പൊടിഞ്ഞു. അപ്പം മതി. ഇനി പിന്നെ ഒരു കാര്യമുണ്ട്, ഇതില് ഗരം മസാലയൊക്കെ ഉപയോഗിക്കാം ഇഷ്ടമുള്ളവര്. ഞങ്ങൾ കഴിക്കാറില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇട്ടിട്ടില്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ളവർക്ക് ഗരം മസാലയും ഇതിനകത്ത് യൂസ് ചെയ്യാം. ആ വെളിച്ചെണ്ണയിൽ മുളകൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഈ അവലിടുന്നതിന് മുമ്പായിട്ട് ഗരം മസാല ഇടാം. നല്ല ടേസ്റ്റ് ആയിരിക്കും, ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ആണല്ലേ? പക്ഷെ നമ്മൾ അത് ചെയ്യാറില്ല. നമ്മുടെ പാരമ്പര്യ രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ. നമ്മളെല്ലാവരും ഏകദേശം എല്ലാ കൊങ്ങണീസും ഈ ഒരു റെസിപ്പി തന്നെയാണ് ചെയ്യാറ്. ഈ ഐറ്റങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യാറ് പണ്ട് മുതലേ. അപ്പോൾ നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത്.
വീണ്ടും ഗ്യാസ് കത്തിച്ചു, നമ്മുടെ പഴയ ചീനച്ചട്ടി എടുത്ത് വെച്ചു. ഇനി നമുക്ക് കപ്പലണ്ടി വറക്കണം, അതേപോലെ പൊട്ടുകടലയും വറക്കണം. അതിനുശേഷം നമ്മുടെ പപ്പടം വറക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചീനച്ചട്ടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കപ്പലണ്ടി, പപ്പടം, പിന്നെ പുട്ടുകടല ഈ 3 സാധനം നമ്മൾ വറക്കണം. അപ്പോൾ അത് വറക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെ വറുത്ത നമ്മുടെ അവൽ എടുത്ത് മാറ്റി അപ്പുറത്തെ സൈഡിൽ വെച്ചു. അപ്പോൾ ഇത് കോരിയതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് എടുത്തിടും. അതാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോണത്. എണ്ണ ചൂടായി നോക്കണ്ടേ. അപ്പോൾ ആദ്യം ഒരു കപ്പലണ്ടി എടുത്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് നോക്കി. അപ്പോൾ ചെറുതായി ഒന്നും കൂടി നമ്മുടെ എണ്ണ ചൂടാകണം. അപ്പോൾ വറുത്ത കപ്പലണ്ടി നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ അവലെടുത്തിടണം അല്ലേ. അടുത്ത സ്റ്റെപ്പ് അതായിരുന്നു നമ്മുടെ. അതേപോലെ പപ്പടം വറക്കണം, അതേപോലെ പൊട്ടുകടലയും വറക്കണം. കപ്പലണ്ടി ഇട്ട പോലെ തന്നെ അതിന്റെ പൊക്കത്ത് നമ്മൾ പൊട്ടുകടല ഇട്ടു. അപ്പോൾ പപ്പടം, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ലെയറിൽ പപ്പടം ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഏത് രീതിയിൽ വേണേൽ ചെയ്യാം, നമ്മുടെ ഇഷ്ടം പോലെ എടുത്ത് ചെയ്യാം. അപ്പോൾ നമ്മളിടുന്ന മൂന്നാമത്തെ ലെയർ പപ്പടമാണ്. ലെയർ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. നമ്മൾ ആദ്യത്തെ ലെയറിൽ നമ്മൾ അവല് സെറ്റാക്കി, അതിനുശേഷം കപ്പലണ്ടി ഇട്ടു, അതിനുശേഷം പൊട്ടുകടല ഇട്ടു. പൊട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ പൊക്കത്ത് നമ്മുടെ പപ്പടം വറുത്തിട്ടു. ഏറ്റവും അവസാനത്തിൻ്റെ പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ കരിവേപ്പിലയും ഈ നമ്മളെ പപ്പടം വറുത്ത പോലെ തന്നെ കരിവേപ്പിലയും വറുത്തിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ 5ാമത്തെ ലെയറിൽ ഈ നമ്മുടെ കരിവേപ്പില വരും. അപ്പോൾ അങ്ങനെ ലെയർ ആയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ആദ്യം അവലിട്ടു, അതിനുശേഷം കപ്പലണ്ടി വറുത്തിട്ടു, അതിനുശേഷം പൊട്ടുകടല വറുത്തിട്ടു, അതിനുശേഷം നമ്മുടെ പപ്പടവും അതിൻ്റെ പൊക്കത്ത് വറുത്തിട്ടു, അതിനുശേഷം ഏറ്റവും അവസാനം കരിവേപ്പില അത് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ഏകദേശം നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ടല്ലേ. ഇനി ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇളക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലോണം ഇളക്കണം. ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമുക്ക് റെഡിയാവും. ഇത് റെഡിയായോ? റെഡി ആയിട്ടുണ്ട്, ഇനി കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ അവൽ കൊണ്ടുള്ള ഉപ്പേരി ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അവൽ കൊണ്ടുള്ള ഉപ്പേരി ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പ്ലേറ്റാ. അപ്പോൾ ഒരു ചായ കിട്ടുമോ ഇപ്പോൾ? അപ്പോൾ ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ചായയും ഉപ്പേരിയും കൂടി കഴിക്കണതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ സെർവ് ചെയ്യണം നമ്മുടെ ഉപ്പേരി. 2 കടലയും കൂടി പോരട്ടെ, കപ്പലണ്ടിയും കൂടി പോരട്ടെ. അടിപൊളി. ഇത് കഴിച്ചതിന് ശേഷമല്ലേ ഇതിൻ്റെ അടിയിൽ നമ്മുടെ വറുത്ത കടുകുണ്ടാവും. ഇതിനകത്ത് കൂടുതൽ കിടിലൻ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം കിട്ടുന്ന നമ്മുടെ ഏറ്റവും അടിയിൽ ആ പാത്രത്തിൻ്റെ ഏറ്റവും അടിയിൽ കടുകുണ്ടാവും, വറുത്ത കടുകില്ലേ അതും, പിന്നെ നമ്മുടെ കറിവേപ്പിലയില ഉണ്ടാവും. അത് കഴിക്കാൻ കിടിലൻ ടേസ്റ്റാണ്, ഒരു കിടിലൻ ടേസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നത് നോർമലി ചായയുടെ കൂടെയാണ് കേട്ടോ. നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും കൂടി ആ ഒരു കോമ്പിനേഷൻ പൊളിയാണിത്. ദോശ, സാമ്പാർ, അതേപോലെ അതിൻ്റെ കൂടെ ഇത് കുഴച്ച് തിന്നാൻ, അതായത് മിക്സ് ചെയ്ത് തിന്നാൻ പൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക വീട്ടിൽ. അപ്പോൾ ഈവനിങ് സമയത്ത് നമ്മൾ ചായയുടെ കൂടെയാണ് നമ്മൾ നോർമലി ഇത് കഴിക്കാറ്.
അതും ചായയുടെ കൂടെ കുടിക്കാനും വളരെ ടേസ്റ്റിയാണ് സാധനം. ഏകദേശം മഴയൊക്കെ നിന്ന പോലെ ഉണ്ട്. താങ്ക് ഗോഡ്. സംഭവം സൂര്യനെ നമുക്കവിടെ അസ്തമിക്കണം കാണാൻ പറ്റും. മേഘങ്ങളുണ്ട്, എന്നാലും നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 2 ദിവസത്തെ കിടിലം മഴയ്ക്ക് ശേഷം ഒന്ന് സൂര്യനെ നമ്മൾ കാണണം. 2 ദിവസമായി സൂര്യനെ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും നന്നായി, മഴ നിന്നു. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതേപോലെ കിടിലൻ വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ ഇനി കൃഷി കുറച്ച് സെറ്റാക്കണമെന്നുണ്ട്. നാളെ വെയിലുണ്ടെങ്കിൽ കുറേയധികം ചെടികൾ നമ്മൾ വിത്തുകളൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് നടണം. അപ്പോൾ ഇനി വെയിൽ കണ്ടിന്യൂ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃഷിയും കൂടി കുറച്ച് ബ്ലോഗിൽ ഉൾപ്പെടുത്താം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ. പണിവാളി. മഴ നിന്നാ വിചാരിച്ചു കേട്ടോ. മഴ വീണ്ടും പെയ്തു തുടങ്ങി. നേരെ വലിയ ഉള്ളിൽ പോകാം. ഈ മഴയത്ത് ക്യാമറ നനയും, ഞാനും നനയും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോഴത്തെ. മഴ നിന്നു എന്ന് ഞാൻ വിചാരിച്ച സൂര്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ, പക്ഷേ നോ രക്ഷ, മഴ തകർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിൻ്റെ ഉള്ളിൽ പോകാം.